പോക്ക് എന്ന് പറയുന്ന ഒരാളുടെ റിവ്യൂ ഇവന്റ് കണ്ടു. അതായത് നെഗറ്റീവായിട്ട് ഇട്ടു. അത് കഴിഞ്ഞപ്പോ എനിക്ക് നമ്മുടെയൊക്കെ പടത്തിന് എത്രയോ പടങ്ങളിൽ നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അവർക്ക് അതിൽ നിന്ന് അതുപോലെ തന്നെ വന്ന റിവ്യൂസിനെ കുറച്ചൊന്നും പറയാനുണ്ട്. അശ്വന്ത് പോലെ കോൺഷ്യസാ ഇവിടെ നിന്ന് പലതരം ആൾക്കാരും ഉണ്ടാവും. അപ്പൊ നമ്മൾ വെറുതെ പ്രൊവോക്ഡ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാ തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആവാം, പക്ഷേ അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം. ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി അതാണിപ്പം ചർച്ചയും വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ. അറിയാലോ, പടം ഇറങ്ങിയതിൻ്റെ അന്ന് തന്നെ രണ്ട് മഹാന്മാർ, നമ്മുടെ അശ്വൻ കുക്ക്, 2 ഉണ്ണി, ഈ പറയുന്ന സസാമ്, ഇവരൊക്കെ കൂടെ നെഗറ്റീവ് നല്ല രീതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം യൂട്യൂബേഴ്സിനിട്ട് താങ്ങുന്ന ഒരു സംഭവമായിരുന്നു, നല്ല രീതി താങ്ങുമായിരുന്നു യൂട്യൂബേഴ്സിനിട്ട്. കാരണം ചില ആൾക്കാരുണ്ട്, കാരണം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയിട്ട് വെറും ആൾക്കാരെ ആക്കി ജീവിക്കുന്ന കുറേ ടീംസൊക്കെ ഉണ്ട്. പറ്റിച്ച് ജീവിക്കുക എന്ന് തന്നെ പറയാം. ഞാൻ പറ്റിച്ചെന്നല്ല പറഞ്ഞാൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ചില വ്ളോഗേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ നല്ല രീതിയിൽ കൊള്ളും. പിന്നെ ഊടായ്പ് കാണിച്ചിട്ടുള്ളവർ ആരൊക്കെ ഉണ്ടോ അവർക്ക് ഈ പടം കൊണ്ടിരിക്കും. അതാണ് ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പം അത് സംബന്ധമായിട്ട് ഇന്ന് പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. ആ പ്രസ് മീറ്റ് സമയത്ത് ദിലീപ് സംസാരിക്കുന്നുണ്ട്, ഈ പറയുന്ന റിവ്യൂവേഴ്സിനെ കുറിച്ച് സിദ്ദിഖ് സംസാരിക്കുന്നുണ്ട്, പ്രൊഡ്യൂസർ സംസാരിക്കുന്നുണ്ട്. പ്രൊഡ്യൂസർ ഈ പറയുന്ന അശ്വൻ കോക്കിനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ, ഞാൻ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എല്ലാ ആൾക്കാരും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അശ്വന്ത് പറയുന്നത് പ്രൊഡ്യൂസറിനെ വിളിച്ചിട്ട്. അശ്വന്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പഴയ പഴയെന്ന് വെച്ചാൽ മൂന്നാഴ്ച മുമ്പ് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായത്. പുള്ളി വീട്ടുകാരോടും അങ്ങനെ സംസാരിക്കാറില്ല, ഒരു റൂമിൽ തന്നെ ഇരിക്കുന്ന ടൈപ്പാണെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ബസ്സിലോ യാത്രയോ ഒന്നും ചെയ്യത്തില്ല, ഒറ്റയ്ക്കുള്ള പരിപാടിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഫാമിലിയായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. ഇത് ഫാമിലി മൂവിയാണ്, ഇത് ഫാമിലി ഓഡിയൻസിനുള്ളൊരു മൂവിയാണ്. അല്ലാതെ മാർക്കോ പോലത്തെ ഒരു പടമല്ല. അങ്ങനത്തെ ഒരു പടം ആ രീതി കാണാൻ നോക്കുക. ഇതിപ്പം ഒരു ഫാമിലി ആയിട്ടൊരു ഇതുമില്ല, ബന്ധമില്ല, തോന്നിയ പോലെ നടക്കുന്ന ഒരുത്തരം വന്നിട്ട് റിവ്യൂ പറയാൻ പറ്റിയൊരു പടവുമല്ല, പച്ചയ്ക്ക് പറഞ്ഞാലാ. ഓക്കെ, എന്തായാലും നമുക്ക് പ്രൊഡ്യൂസർ സംസാരിക്കുന്ന കാര്യവും, സിദ്ദിഖ് സംസാരിക്കുന്ന കാര്യം, ദിലീപ് സംസാരിക്കുന്ന കാര്യം, പിന്നെ അശ്വന്തിൻ്റെ രീതികളും, പഴയ ഇൻ്റർവ്യൂ, അതായത് 3 ആഴ്ച മുമ്പുള്ള ഇൻ്റർവ്യൂ ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ടൊന്ന് പെട്ടെന്ന് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇപ്പം ഈ ലൈക്കും കമൻറ്റും ഒക്കെ അത്യാവശ്യമാണ്. ഓക്കെ, നെഗറ്റീവായിട്ട് ഇട്ടു. അത് കഴിഞ്ഞപ്പോ എനിക്ക് നമ്മുടെയൊക്കെ പടത്തിന് എത്രയോ പടങ്ങളിൽ നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇടാനായിട്ട് കാരണം? അപ്പൊ അവൻ തന്നെ പറഞ്ഞു, എന്റെ പൊന്നുഭായി എന്നോട് പറഞ്ഞതാ, എന്റെ പൊന്നുഭായി ആ തിയേറ്ററിൽ ഇരിക്കുന്നവർ മുഴുവൻ ചിരിക്കുന്നുണ്ട്, എനിക്കിത് ചിരിക്കാൻ പറ്റുന്നില്ല എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിപ്പോ എന്താണ് പ്രശ്നം? അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ ഇന്റർവ്യൂകൾ കുറച്ച് പ്രാവശ്യം കണ്ടു. ഇതെന്തിനാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്, ഞാൻ അവിടെ നാട്ടിൽ പാതിരാത്രിക്ക് ചെല്ലാറുള്ളൂ, ഞാൻ അവിടെ നാട്ടുകാരായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് അവിടെ ഉള്ള നാട്ടുകാരായിട്ട് യാതൊരു പരിചയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ളൊരു സൊസൈറ്റിക്കുള്ളിൽ ജീവിക്കുന്ന പുള്ളിയുടെ ഒരു വേറിട്ടൊരു ലൈഫുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് എത്രത്തോളം കണക്ട് ആവണം എന്നില്ല. പക്ഷെ പുള്ളി ഇപ്പൊ ഈ ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാനിത് സംസാരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, ഞാനിപ്പോ അങ്ങനെ പറഞ്ഞാൽ എന്താ, ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഇപ്പൊ ഏതായാലും ഞാൻ പറയുന്നത് തന്നെയല്ലല്ലോ ശരി. ഇപ്പൊ ജനങ്ങളെല്ലാരും എന്നെ ഇപ്പൊ തിരിച്ചു തെറി പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് തന്നെ എന്താന്ന് വെച്ചാൽ, എന്റെ റിവ്യൂ ചിലപ്പോ കണക്ട് ആവും, ചിലപ്പോ അപ്പൊ പുള്ളി തന്നെ പറയാണ്, എന്റെ തന്നെ റിവ്യൂ ചിലപ്പോ കണക്ട് ആവും, കണക്ട് ആവാതെ ഇരിക്കും എന്നുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ അശ്വന്ത് കോക്ക് തന്നെ എന്നോട് പറഞ്ഞു കൺഗ്രാജുലേഷൻസ്. അത് മൊബൈലിൽ തന്നെ പുള്ളി, അതായത് പ്രൊഡ്യൂസർ വിളിച്ചപ്പോൾ അശ്വന്ത് പറഞ്ഞൊരു കാര്യമാണ്, റിവ്യൂവിനകത്ത് ഈ ആൾക്കാരൊക്കെ ഇത്ര മണ്ടന്മാരാണെന്നുള്ള രീതി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. കുടുംബമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഒക്കെ വേണം. ഇത് അതുമില്ല, ഒരു തേങ്ങയില്ല, ഒരു മാങ്ങയില്ല, ഒരു ചക്കില്ല, തോന്നുന്ന പോലെയൊക്കെ തന്നെ ഒരു ആൾക്കാരുടെ പോലും ഒരു സഹകരണം ഇല്ലാത്ത ഒരാൾക്ക് ഈ ഫാമിലി ഇഷ്ടപ്പെടുന്ന മൂവിയെക്കുറിച്ച് എന്ത് യോഗ്യത ഉണ്ട് റിവ്യൂ പറയാനാണ്? അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുക, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ അശ്വന്തിൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ അത് വെച്ച് തരാം. ഇൻ്റർവ്യൂവിനകത്ത് പുള്ളിക്കാരൻ സംസാരിക്കുന്ന കുറച്ച് രീതികളൊക്കെ ഉണ്ട്. ഞാൻ അത് വെച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളി എന്താണെന്ന്. പോലെ കോൺഷ്യസാ ഇവിടെ നിന്ന് പലതരം ആൾക്കാരും ഉണ്ടാവും. അപ്പൊ നമ്മൾ വെറുതെ പ്രൊവോക്ഡ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാ തോന്നുന്നു.
പിന്നെ അല്ലാതെ ഇപ്പോൾ എനിക്ക് പബ്ലിക് റിലേഷൻ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ബേസിക്കലി ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് ആണ്. അതെ, ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അങ്ങനെ പൊതുവേ ചേട്ടാ കൊടുക്കാം. അതല്ല എന്താണേ ഈ ആളുകളായിട്ട് ഇടപെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിക്ക ആളുകൾക്കും മര്യാദയില്ല. അപ്പൊ ഞാനിപ്പോ ഒരു ഓട്ടോക്കാരെ എനിക്ക് എപ്പം ദേഷ്യം വരും, മീറ്റർ ഇടൂല. അപ്പൊ എനിക്ക് പൈസ കൊടുക്കുന്ന പ്രശ്നമല്ല, നമുക്ക് മീറ്റർ ഇടുന്ന പ്രശ്നം. അല്ല ഒരു 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 പബ്ലിക് സ്പേസിൽ ഒരു ഓഫീസിൽ പോലെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് സംസാരിക്കില്ല. അതുപോലെ അതുണ്ട്. അപ്പൊ അതുകൊണ്ട് ആളുകൾ സംസാരിക്കുക. ബസ് കയറി കഴിഞ്ഞാലേ ആൾക്കാർ മര്യാദയില്ല. അപ്പൊ ബസ് കയറാറില്ല, മീൻസ് വണ്ടിയിലോട്ട് കയറാറില്ല. അങ്ങനെ പൊതുവിടങ്ങളിൽ ഇപ്പോൾ എവിടെയൊക്കെ കഴിഞ്ഞാലും ആളുകളായിട്ട് ഇടപെടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ പമ്പ്, പെട്രോൾ പമ്പിൽ വരെ മര്യാദയില്ലാത്ത ആൾക്കാർ. ഡ്രൈവിംഗ് ഭയങ്കര പ്രശ്നമാണ്. പുള്ളി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു മനുഷ്യനായിട്ട് പോലും മിണ്ടാതെ ഒരു വിച്ചും പയ്യും പറയാതെ ഇരിക്കുന്ന ഒരുത്തരാണ് ഇങ്ങേര്. ആ ഇങ്ങേർക്ക് വന്നിട്ട് എന്ത് യോഗ്യതയുണ്ട് ഈ സിനിമയുടെ റിവ്യൂ പറയാൻ തന്നെ എന്ത് യോഗ്യതയുണ്ട്? എന്നിട്ട് ഫാമിലിയുടെ പൾസ് അറിയാൻ നടക്കുന്നത്. മനുഷ്യനോട് സംസാരിച്ച് എന്താണ് ഫാമിലി എന്ന് കൂടെ മനസ്സിലാക്കാൻ നോക്കുക ആദ്യം, എന്നിട്ട് അതിനെക്കുറിച്ച് വന്നിട്ട് റിവ്യൂ പറയുക. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന മലയാളത്തിൽ ആരാണ് നല്ല കഴിവുള്ള ഡയറക്ടർ എന്ന് പറയുമ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്നുണ്ട് ഈ വ്യക്തി. പണ്ട് ലൂസിഫർ എന്ന് പറഞ്ഞ പടത്തിനെ കുറിച്ച് ഭയങ്കര നെഗറ്റീവ് പറഞ്ഞൊരു വ്യക്തി ഇപ്പൊ പൃഥ്വിരാജിനെ വാനോളം പുഴുത്തി ഇടക്കി പോട്ടെ, പുഴുത്തി അവനെ എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് ഉടച്ച്. ഓക്കെ, അതിനെക്കുറിച്ച് പറയുന്നത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് സിദ്ദിഖിലോട്ട് പോവാം. ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഡയറക്ടർ ആരാണെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോഴത്തെ മലയാള സിനിമയിൽ? ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നിലവിൽ കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യുന്ന ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് ആയിരുന്നു ഏറ്റവും വലിയ പ്രതീക്ഷ. കാരണം നമുക്കൊരു രാജമൗലി, നമുക്കൊരു പ്രശാന്ത് നീൽ, നമുക്കൊരു ലോകേഷ് കനകരാജ്. പക്ഷെ എമ്പുരാൻ ഡയറക്ഷൻ നിരാശപ്പെടുത്തിയിട്ടില്ല, സ്ക്രിപ്റ്റിലാണ് വീക്കായത്. അതുകൊണ്ട് അദ്ദേഹം ഒരു കൊമേഴ്ഷ്യൽ ഡയറക്ടർ എന്ന നിലയ്ക്ക് അദ്ദേഹം തന്നെയാണ് ഏറ്റവും മികച്ച ഡയറക്ടർ എന്ന് വിശ്വസിക്കുന്നത്. പിന്നെ അമൽ നീരദ്, അൻവർ റഷീദ് പതിയെ സിനിമ ചെയ്യുന്നില്ല. പിന്നെ അല്ലാതെ എൽ ജെ പി എൻ്റെ ഫേവറേറ്റ് ഡയറക്ടേഴ്സിൽ ഒരാളാണ്. പക്ഷെ അദ്ദേഹം മലയക്കോട്ട വാലിബൻ കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ കാണിച്ചു വെച്ച്. പക്ഷെ എന്നാലും എൽ ജെ പി ഒരു അസാധ്യ. ഓക്കെ, അപ്പൊ പുള്ളിയുടെ സംസാര രീതിയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു വ്യക്തിയുടെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും പടം ഇത് ചെയ്യരുത്. ഒരുപാട് ആൾക്കാരുടെ സ്വപ്നം ഇവരെ നശിപ്പിച്ച് കളയുന്നത്. ചുമ്മാ വന്നിട്ട് കുറച്ച് കോണ അടിക്കുക, അത്രേ ഞാൻ പറയത്തുള്ളൂ ഇതിനെക്കുറിച്ച്. അല്ലാതെ കഥ അറിയാതെ ആട്ടം കാണുന്ന കുറെ മഹാന്മാരും ഉണ്ട്. ശരി, അപ്പൊ നമുക്ക് സിദ്ദിഖ് ഇതിനെക്കുറിച്ച് പറയുന്നത് ജസ്റ്റ് ഒന്ന് വെക്കാം. അതൊരു ചടങ്ങുകളായിട്ട് നടക്കുന്നത്. ഇന്നിപ്പോ അതല്ല, ഒരു സിനിമ വിജയിച്ചാൽ തന്നെ അത് പ്രേക്ഷകർ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ചാൽ തന്നെ, എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് വന്നിട്ട് ആ സിനിമ ഡിഗ്രേഡ് ചെയ്യുക, സിനിമ കൊള്ളില്ല എന്ന് പറയാം, ആ സിനിമ കാണരുതെന്ന് പറയാം. ഇതൊന്നും മുമ്പുണ്ടായിരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെയല്ല, ഒരു സിനിമ വിജയിച്ചാൽ പോലും, ജനങ്ങൾ ആ സിനിമ ഇഷ്ടപ്പെട്ടാൽ പോലും ഒരുപാട് പേര് അതിനെ ആ സിനിമയെ പരാജയപ്പെടുത്താൻ, അതല്ലെങ്കിൽ ആ സിനിമ ഒരു പരാജയമായിരുന്നു, അതിന്റെ തിയേറ്റർ കളക്ഷൻ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു സിനിമയെ മോശമാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഒരു സ്വീകരണം ഈ സിനിമയ്ക്കുണ്ടായത്, ഈ സിനിമ ഒരു വിജയമാക്കി തീർത്ത എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പിന്നെ ഞാൻ പറഞ്ഞാൽ ഈ ഒരു പടം ഇതുവരെ ഇറങ്ങി വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പടങ്ങൾ ഇവന്മാർ തകർത്തിട്ടുണ്ട്. ബ്രോമൻസ് പോലത്തെ പടത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത ടീംസാണ്. ഞാൻ അതിനെയൊന്നും കുറ്റം പറയുന്നില്ല, ഓരോരുത്തരെയും കഷ്ടപ്പാടാണ്. ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ മാത്രം വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി നടക്കുന്ന യൂത്ത് ആയിട്ടുള്ളവന്മാരെ വളർത്തണമെങ്കിൽ ഇവന്മാരെ പോലുള്ളവന്മാർ വേണം. ഞാൻ കാര്യം പറയട്ടെ, നമ്മളാണ് തീരുമാനിക്കുക. ഈ പടത്തിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ട് ദിലീപിൻ്റെ, അഭിപ്രായം പറയാം, അത് മറ്റുള്ളവരെ ആവരുത്. പറഞ്ഞ് മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പടം കാണണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ പോയി കാണുക. ഇവൻ്റെയൊക്കെ റിവ്യൂ കണ്ടിട്ട് പോകരുത് ദയവ് ചെയ്തിട്ട്. ഒരു ഇതുമില്ല. ഓക്കെ, ദിലീപ് ഇതിനെക്കുറിച്ച് പറയുന്നൊരു വീഡിയോ ഉണ്ട്, ഞാൻ വെച്ചേക്കാം. ഇത് നമ്മുടെ ഓൺലൈൻ ഇവൻ്റെ അകത്ത്, ആ മലയാളി ഇവൻ ആ ചാനലിനകത്താണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ ഇത് വെച്ച് തരാം. ദിലീപ് പറയുന്നത് കേട്ട് നോക്കുക. അവർക്ക് അതിൽ നിന്ന് ഇപ്പൊ അതുപോലെ തന്നെ വന്ന റിവ്യൂസിനെ കുറച്ചും പറയാനുണ്ട്. അശ്വന്ത് ഗോപിന്റെ അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള റിവ്യൂസ് വെച്ചിട്ട് ദിലീപേട്ടന്റെ എല്ലാ പടങ്ങളിലും ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നത്. ദിലീപേട്ടനെ ടാർഗറ്റ് ചെയ്യുന്ന സിനിമയുടെ ഇതാണ് ഇപ്പോഴും തോന്നിയിട്ടുള്ളത്. അല്ല, പറഞ്ഞല്ലോ നേരത്തെ, അഭിപ്രായങ്ങൾ പറയാം, അത് വ്യക്തിപരമായിരിക്കും. അല്ലാതെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരോടും പറയുന്നത്, നമ്മള് ഒരു കാര്യം നമ്മൾക്ക് വേണം തോന്നുക, അല്ലെങ്കിൽ കാണണം തോന്നുക, കഴിക്കണം തോന്നുക, അത് ഫീൽ ചെയ്യണം തോന്നുക എന്നുള്ളത് നമ്മളുടെ സെൻസ് കളയരുത്. നമ്മൾ ഇത്രയും കാലം സിനിമകൾ കണ്ടും നമ്മൾ ഒരുപാട് ഹിറ്റുകൾ, പല നമ്മുടെ സീനിയർ ആക്ടേഴ്സിന്റെ ആണെങ്കിലും നമ്മുടെയൊക്കെ ആണെങ്കിലും ഹിറ്റുകൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സജീവമാവുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും ഈ സിനിമകൾ കാണുന്നത്, നമ്മൾ ആ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എല്ലാം
ഈ റേറ്റിംഗ് നോക്കിയിട്ടോ റിവ്യൂസ് നോക്കിയിട്ടോ ആയിരുന്നില്ല. അന്ന് നമ്മൾക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. ഇപ്പൊ ആ കപ്പാസിറ്റി നമ്മൾ മനഃപൂർവ്വം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫിൽ നമ്മളത് കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് നമുക്ക് വളരെ കേടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം, നമ്മൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ള അറിയാനുള്ള ആ അവസ്ഥകൾ അല്ലെങ്കിൽ ആ അവസരം നമ്മൾ തന്നെ നമ്മൾക്ക് ഇല്ലാണ്ടാക്കുകയാണ്. അതുകൊണ്ട് എല്ലാം കേൾക്കാം, എല്ലാം കാണാം, പക്ഷെ എടുക്കുന്ന തീരുമാനം അത് നമ്മളുടേത് മാത്രമായിരിക്കണം. അതിന്റെ മാസ്റ്റർ നമ്മളായിരിക്കണം, നമ്മളുടെ ബോസ് നമ്മളായിരിക്കണം. അത് വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും പല സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ റിവ്യൂ കണ്ടിരുന്നു, അതിലന്ന് മോശമായിട്ട് കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ ആ സിനിമ കണ്ടില്ല. TV-യിലും വന്ന് കണ്ടപ്പോൾ ഒയ്യോ ഈ സിനിമയാണല്ലോ നമുക്ക് നഷ്ടമായത് തിയേറ്ററിൽ. എന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മൾക്ക് സമയമുള്ളപ്പോ ഇന്ന് നമുക്ക് ഉള്ള ഏറ്റവും എന്റർടൈൻമെന്റ് നമ്മുടെ കയ്യിലുള്ളത് സിനിമയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ എല്ലാവർക്കും, പക്ഷെ നമ്മൾ ആസ്വാദകര് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ സെൻസ് നമ്മൾ കളയരുത്. റിവ്യൂസ് കാണാം, റിവ്യൂസ് കേൾക്കാം, റേറ്റിംഗ് കാണാം, എല്ലാം. പക്ഷെ ഏതൊരാളുടെ സിനിമ കാണുമ്പോൾ അതിന്റെ പിന്നിൽ, ആ സിനിമ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ 12,000 കുടുംബങ്ങളാണ്. അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന 100 രൂപ, നിങ്ങൾ എത്ര രൂപ വെറുതെ കളയുന്നുണ്ട്? അതിൽ നിന്ന് ഒരു 100 രൂപ 150 രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയാണ് സത്യം പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം, അങ്ങനെയായിട്ട് കണ്ടുപോയി, അങ്ങനെ കാണാം. നമ്മൾ എങ്ങനെ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ്. കൃത്യമായിട്ടുള്ളൊരു മറുപടിയാണ് ദിലീപും കൊടുത്തേക്കുന്നത്. അവരവരുടെ ജോലി ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള രീതിയില്ല. പിന്നെ 12,000 കുടുംബമാണ് നമ്മുടെ ഒരു 100 രൂപ കൊണ്ട് കഴിഞ്ഞു പോകുന്നത്. ഇതൊന്നും ആർക്കും അറിയത്തില്ല സത്യം പറഞ്ഞാൽ. പുള്ളി പറയുന്ന പോലെ തന്നെ ഒരു ചാരിറ്റി ആയിട്ട് വേണമെങ്കിൽ അത് കണ്ടാൽ മതി. അശ്വന്ത് കോക്ക് ഈ പടത്തിന് വേണ്ടി പറഞ്ഞ റിവ്യൂ ഒക്കെ നിങ്ങളൊന്ന് കേട്ടാൽ പെട്ട തള്ള സഹിക്കത്തില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഈ പറയുന്ന ഫ്രണ്ട്സ് ആരോടും ഇതുമില്ല, ഫാമിലി ആയിട്ട് പോലും വലിയ ടച്ചപ്പില്ല, ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരം മാത്രമേ ഉള്ളൂ. ആ ആളിനെങ്ങനെ അറിയാം ഫാമിലിയുടെ പൾസ് അങ്ങനെ അറിയാൻ പറ്റും? ഇത് ഞാനൊരു കാര്യം പറയാം, ഞാൻ റിയാക്ഷൻ ചെയ്യുന്ന ഒരുത്തനാണ്. എൻ്റെ യൂട്യൂബിൽ ഈ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്, ഫാമിലി വ്ളോഗിൻ്റെ ഓഡിയൻസ് ഉണ്ട്, റിയാക്ഷൻസ് വീഡിയോസിൻ്റെ ഓഡിയൻസ് ഉണ്ട്. എനിക്കില്ലാത്ത ഓഡിയൻസ് സിനിമ മേഖലയിൽ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. ഓരോ വീഡിയോസിനും ഓരോ ഓഡിയൻസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഫാമിലി മൂവി ഇറങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ഓഡിയൻസും കാര്യങ്ങളും ഒക്കെ മാത്രം. ആ ഒരു പടം അത് മാർക്കോ പോലുള്ളൊരു മൂവി അല്ല, അത് നിങ്ങൾ ആദ്യം ചിന്തിക്കാം. മാർക്കോ പോലുള്ളൊരു മൂവി അല്ല. അപ്പോൾ ഈ ഫാമിലി ഇഷ്ടപ്പെടുന്നവർ പോയി കാണുക, അല്ലാത്തവന്മാർ കാണാതിരിക്കുക. അത്ര എനിക്കിപ്പോൾ പറയാനുള്ളത്. അല്ലാതെ ഇവൻ്റെ കുര കേട്ടിട്ടിരുന്ന് കുണയ്ക്കാൻ നിൽക്കരുത് ആരും. എന്തായാലും അശ്വന്തിൻ്റെ റിവ്യൂ ഞാൻ ചെറുതായിട്ടൊന്ന് വെച്ച് തരാം. എന്തോ കുറേ കളവന്മാരൊക്കെ വന്നിട്ട് വെറുപ്പിക്കൽ. ഈ ദിലീപിൻ്റെ സിനിമകൾ മാത്രം കാണുന്നത് അങ്ങനെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കോമഡി പറയാൻ വേണ്ടി വരുന്ന കുറേ കളവന്മാർ, ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നു എന്തോ. എന്നിട്ട് ഒരു സോഫയുടെ മുകളിൽ ഒരു ടോയ്, എന്നിട്ട് ടോയിൽ കയറിയിരിക്കുക. അപ്പോൾ ടോയ് ശബ്ദം ഉണ്ടാക്കും, അയ്യോ ടോയ്, കോമഡി ഫീൽ ചെയ്യാറുണ്ട്. ജോണി ആൻ്റണി അദ്ദേഹത്തിൻ്റെ കഥാപാത്രവും എന്താണ് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ പിന്നെ പോകുന്ന സിനിമ മഞ്ജു പിള്ളയും ഭർത്താവും ചേർന്നിട്ട് ഒരു വീട്ടിലെ ഊണ് നടത്തുവാണേ. അതിൻ്റെ പിന്നെ കുറേ അവസാനമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ പൊന്നോ സെൻറ്റിമെൻസും കരച്ചിലും വീഴ്ചിലും എമ്മാതിരി ഡ്രാമ കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. മഞ്ജു പിള്ള ടു ബി ഫ്രാങ്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, കാരണം പുള്ളിക്കാരി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ. വൃത്തികെട്ട ക്യാരക്ടറും ഒരു സദാചാര തള്ള, അതാണ് ഈ ക്യാരക്ടർ. ഹോട്ടൽ നടന്ന ആൾ ഹോട്ടൽ നടത്തിയപ്പോൾ അവിടെ വരുന്ന ആൾക്കാരെ പേഴ്സണൽ ഇവിടെ നിന്നിനാ. ഓക്കെ, അപ്പം ദിലീപേട്ടൻ ഈ മൂവിക്കകത്ത് തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ അതും കൂടെ വെച്ചുതരാം. ഇപ്പം അശ്വന്തിൻ്റെ കേട്ടല്ലോ, ഇതിനെല്ലാത്തിനും ആ മറുപടി ആ പടത്തിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആവാം, പക്ഷേ അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം. നിങ്ങളുടേത് മാത്രം.